കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ രാമപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമപുരം ഗ്രാമത്തിന് ആ പേര് വരാൻ തന്നെ കാരണമായത് ഈ ക്ഷേത്രം നിലനിൽക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹു മഹാവിഷ്ണുവായി കുടികൊള്ളുന്ന വിഷ്ണുവിൻ്റെ സപ്തമാവതാരമായ ശ്രീരാമസ്വാമിയാണ്. കൂടാതെ ഉപദേവതകളായി ശിവൻ, പാർവതി, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, സീതാദേവി, ഹനുമാൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവരും കുടികൊള്ളുന്നുണ്ട്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ നാലമ്പലങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായ നാലമ്പലങ്ങളുള്ളത് കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിലാണ്. അവയിൽ ആദ്യത്തെ ക്ഷേത്രമാണിത്. എന്നാൽ ആദ്യത്തെ നാലമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ക്ഷേത്രങ്ങളിലെല്ലാം 4 കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാമപുരത്ത് നിന്ന് 3 കിലോമീറ്റർ വടക്കുമാറി അമനകരയിൽ ഭരതനും, അത്രയും ദൂരം പടിഞ്ഞാറുമാറി കൂടപ്പുലത്ത് ലക്ഷ്മണനും, അത്രയും ദൂരം വടക്ക് കിഴക്കുമാറി മേദിരയിൽ ശത്രുഘ്നനും കുടികൊള്ളുന്നു. രാമായണ മാസമായ കർക്കിടകത്തിൽ ആയിരങ്ങൾ ഈ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് നിർവൃതി നേടാറുണ്ട്. ആദ്യത്തെ നാലമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ദർശനം കഴിച്ചു പോരാം എന്നൊരു സൗകര്യവും ഇവിടെയുണ്ട്. ശ്രീരാമസ്വാമിയുടെ കഥയുമായി ഏറെ അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രമാണിത്. ഐതിഹ്യപ്രകാരം സീതാദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം അയോധ്യ വിട്ട ശ്രീരാമൻ സീതാന്വേഷണത്തിന് താൻ സഞ്ചരിച്ച വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തി. ചുറ്റും കാടും മലയും നിറഞ്ഞ കിഴക്കുഭാഗത്ത് നദിയും പടിഞ്ഞാറു ഭാഗത്ത് പാടവുമുള്ള അതിമനോഹരമായ ഇവിടുത്തെ അന്തരീക്ഷം കണ്ട ഭഗവാൻ സമീപത്ത് കണ്ട ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു. തുടർന്ന് ഇവിടെ തന്നെ സാന്നിധ്യമാകാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഈ സ്ഥലത്തിന് രാമപുരം എന്ന പേര് വന്നു. ഇതിനിടയിൽ ജ്യേഷ്ഠനെ കാണാത്തതിനെ തുടർന്ന് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒന്നിച്ച് അന്വേഷണം ആരംഭിച്ചു. ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ അവർ ഇവിടെ എത്തി ജ്യേഷ്ഠനെ കാണുകയുണ്ടായി. മൂവരും ജ്യേഷ്ഠനെ വണങ്ങി അടുത്തു തന്നെ വാഴാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്രീരാമൻ അനുജന്മാരോട് തങ്ങൾക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ കൂടപ്പുലത്തും, ഭരതൻ അമനകരയിലും, ശത്രുഘ്നൻ മേദിരിയിലും താമസമുറപ്പിച്ചു. പിൽക്കാലത്ത് 4 ക്ഷേത്രങ്ങൾ വന്നു. രാമായണ മാസമായ കർക്കിടകത്തിൽ ഈ ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നാലമ്പല ദർശനം നടത്തിവരുന്നു. രാമപുരത്ത് നിന്നും തുടങ്ങുന്ന ദർശനം തുടർന്ന് കൂടപ്പുലം, അമനകര, മേദിരി എന്ന ക്രമത്തിൽ പോയി അവസാനിക്കുന്നു. ധാരാളം ഭക്തർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്താറുണ്ട്. രാമപുരം ഗ്രാമത്തിന്റെ ഏകദേശം ഒത്ത നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം. ക്ഷേത്രത്തിൽ നിന്നും ഒരൽപ്പം മാറി പാലാ കൂത്തേട്ടുകുളം റോഡ് കടന്നു പോകുന്നു. റോഡിന്റെ വശത്ത് ക്ഷേത്രത്തിന്റെ പേര് എഴുതി വെച്ച കവാടം കാണാം. കവാടത്തിന്റെ മുകളിലായി ഗണപതി, ശ്രീരാമ പട്ടാഭിഷേകം, സരസ്വതി എന്നീ രൂപങ്ങൾ കാണാം. കൂടാതെ ഇരുവശങ്ങളിലുമായി ഹനുമാൻ, നാരദൻ എന്നിവരുടെ രൂപങ്ങളുമുണ്ട്. അവിടെ നിന്ന് അല്പം നടന്നാൽ ക്ഷേത്രത്തിന്റെ മുന്നിലെത്താം. അതിമനോഹരമാണ് ഇവിടുത്തെ കിഴക്കേ ഗോപുരം. 2 നിലകളോടുകൂടിയ ഗോപുരത്തിന്റെ ഇരുനിലകളിലും ഓടുമേഞ്ഞിട്ടുണ്ട്. താരതമ്യേന പഴക്കം കുറവാണ് ഗോപുരത്തിനെന്നത് വ്യക്തമാണ്. ക്ഷേത്രകുളം വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന ചെറിയ കുളമാണിത്. എന്നാൽ വളരെ പവിത്രമായ ജലമാണ് ഇതിലുള്ളത്. തൃപ്രയാറിലേതുപോലെ ഇവിടെയും മീനൂട്ട് വഴിപാട് നടത്തി വരുന്നുണ്ട്. കുളക്കരയിൽ വലിയ ആൽമരമുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു. അതായത് അരയാൽ ത്രിമൂർത്തി സ്വരൂപമാകുന്നു. ദിവസവും അരയാലിനെ 7 വലം വയ്ക്കുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം എത്തുന്നത് ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലാണ്. താരതമ്യേന ചെറിയ ആനക്കൊട്ടിലാണ്. എന്നാൽ എഴുന്നള്ളിപ്പുകൾ നിർബാധം നടത്താം. ആനക്കൊട്ടിലിനപ്പുറം ഭഗവദ്വാഹനമായ ഗരുഡനെ ശിരസിലേറ്റുന്ന സ്വർണ്ണക്കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മുമ്പുണ്ടായിരുന്ന ചെമ്പുകൊടിമരം മാറ്റി 2006 ഈ കൊടിമരം പ്രതിഷ്ഠിച്ചത്. കൊടിമരത്തിനപ്പുറം ബലിക്കൽപുര പണിതിരിക്കുന്നു.
ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. സാമാന്യം വലിപ്പമുള്ള ബലിക്കല്ലാണിത്. അതിനാൽ പുറത്തുനിന്ന് നോക്കിയാൽ വിഗ്രഹം കാണാൻ സാധിക്കുകയില്ല. ബലിക്കൽ പുരയുടെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഏകദേശം 3.5 ഏക്കർ വലിപ്പമുള്ള മതിലകമാണ് രാമപുരം ക്ഷേത്രത്തിലേത്. പലയിടത്തായി ചില ചെടികളും മരങ്ങളും വളരുന്നുണ്ട്. അവ കാഴ്ചയ്ക്ക് ഭംഗിയുണർത്തുന്നു. ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അത്യുഗ്ര ദേവതയായ ഭദ്രകാളി ദേശദേവതയായി കണക്കാക്കപ്പെടുന്നു. പണ്ട് ഇവിടെ സ്ഥിരം വെളിച്ചപ്പാടുണ്ടായിരുന്നു. ഭദ്രകാളി ക്ഷേത്രത്തിനടുത്ത് ആൽമരച്ചുവട്ടിൽ നാഗദൈവങ്ങൾ കുടികൊള്ളുന്നു. പരിവാര സമേത നവനാഗപ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. വടക്കു പടിഞ്ഞാറേ മൂലയിൽ ചെറിയൊരു ഗണപതി ക്ഷേത്രമുണ്ട്. ഇവയ്ക്കിടയിലാണ് ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. വടക്കുവശത്തെ ക്ഷേത്രം വക ഊട്ടുപുര പണിതിരിക്കുന്നു. നിത്യേന ഇവിടെ ഊട്ടുണ്ട്. വടക്കുകിഴക്കേ മൂലയിൽ ചെറിയ ശ്രീകോവിലിൽ രാമദാസനായ ഹനുമാൻ സ്വാമി കുടികൊള്ളുന്നു. തൃക്കവിയൂർ ശിവപാർവതി ഹനുമാൻ ക്ഷേത്രത്തിലെ വിഗ്രഹം പോലെ തീരെ ചെറുതാണ് ഇവിടെയും ഹനുമത് വിഗ്രഹം. എങ്കിലും സവിശേഷ പ്രാധാന്യമുള്ള പ്രതിഷ്ഠയാണിത്. ശ്രീരാമന് വഴിപാട് കഴിക്കുന്നവർ ഹനുമാനും വഴിപാട് കഴിക്കാറുണ്ട്. തന്റെ ഭക്തനായ ഹനുമാനെ പ്രീതിപ്പെടുത്താതെ ശ്രീരാമൻ പ്രസാദിക്കില്ലെന്നാണ് വിശ്വാസം. ഹനുമാന്റെ ശ്രീകോവിലിന് സമീപം തന്നെയാണ് ബ്രഹ്മരക്ഷസിന്റെയും യക്ഷിയുടെയും പ്രതിഷ്ഠകൾ സ്ഥിതി ചെയ്യുന്നത്. ഇരുവർക്കും സാധാരണ പോലെയുള്ള വിഗ്രഹങ്ങളാണ് ഉള്ളത്. സാമാന്യം വലുപ്പമുള്ള വട്ടശ്രീകോവിലാണ് രാമപുരത്തുള്ളത്. തൃപ്രയാറിലെ ശ്രീകോവിലിന്റെ അത്ര ഇല്ലെങ്കിലും ഇതിന് ഏകദേശം 130 അടി ചുറ്റളവുണ്ടെന്ന് പറയപ്പെടുന്നു. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്വർണ്ണ താഴികക്കുടം ശോഭിച്ചു നിൽക്കുന്നു. ശ്രീകോവിലിനകത്ത് 2 മുറികളാണുള്ളത്. അവയിൽ പടിഞ്ഞാറു ഭാഗത്തുള്ളത് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. മഹാവിഷ്ണു ഭഗവാന്റെ 7ാം അവതാരമായ ശ്രീരാമസ്വാമി 6 അടി ഉയരം വരുന്ന ചതുർബാഹു വിഷ്ണു വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. വിഗ്രഹരൂപം പൂർണ്ണമായും മഹാവിഷ്ണുവിൻ്റേതാണ്. പുറകിലെ വലത് കൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടത് കൈയിൽ പാഞ്ചജന്യ ശംഖും മുന്നിലെ ഇടത് കൈയിൽ തലകീഴായി കൗമോദകി ഗദയും മുന്നിലെ വലത് കൈയിൽ താമരയും കാണാം. പട്ടാഭിഷേക സമയത്തെ ശ്രീരാമനായാണ് പ്രതിഷ്ഠയുടെ സങ്കല്പം. അതിനാൽ ഏറ്റവും മംഗളകരമായ ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. സീതാസമേതനായി പീഠത്തിലിരിക്കുന്ന ഭഗവാൻ അനുജന്മാരുടെയും ഹനുമാനും സുഗ്രീവനും അംഗദനും ജാംബവാനും വിഭീഷണനും അടക്കമുള്ള ഭക്തരുടെയും സേവനമേറ്റുവാങ്ങി വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ശ്രീലകത്ത് വിരാജിക്കുന്നു. ശ്രീകോവിൽ അതിമനോഹരമായ ദാരുശില്പങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഇവയിൽ കൂടുതലും രാമായണത്തിൽ നിന്നെടുത്തവയാണ്. കൂടാതെ വാമനമൂർത്തി, അഷ്ടഭുജംഗ ഗണപതി, ദുർഗാദേവി, ശ്രീകൃഷ്ണ ലീലകൾ, ശിവകഥകൾ എന്നിവയും പ്രാധാന്യത്തോടെ കാണിക്കപ്പെടുന്നു. ശ്രീകോവിലിന്റെ തെക്കുവശത്ത് കൂട്ടിച്ചേർത്ത് പണിത മറ്റൊരു ചെറിയ ശ്രീകോവിൽ ശിവൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നിവരുടെ ഒന്നിച്ചുള്ള സാന്നിധ്യമാണ്. ഇത്തരത്തിലുള്ള പ്രതിഷ്ഠ അത്യപൂർവമാണ്. എല്ലാം ചെറിയ വിഗ്രഹങ്ങളാണ്. ഇവർക്ക് നിത്യവും പൂജകളും ഉണ്ട്. ശ്രീകോവിലിന്റെ വടക്കുവശത്ത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട്. ലക്ഷ്മിയുടെ അവതാരവും ശ്രീരാമ പത്നിയുമായ സീതാദേവിയായാണ് പ്രതിഷ്ഠയെ കണ്ടുവരുന്നത്. ശ്രീരാമ സാന്നിധ്യം വന്ന അന്നു മുതൽ ഇവിടെ സീതാ സാന്നിധ്യവും ഉണ്ടെന്നാണ് വിശ്വാസം. എന്നാൽ ഈ സങ്കല്പത്തിന് വിഗ്രഹമില്ല. വടക്കുവശത്ത് ഓവുണ്ട്. അഭിഷേക ജലം അതിലൂടെ ഒഴുകിപ്പോകും. ശ്രീകോവിലിനെ ചുറ്റി നാലമ്പലം പണിതിരിക്കുന്നു. അതിവിശാലമാണ് ഇവിടുത്തെ നാലമ്പലം. ഓടുമേഞ്ഞ നാലമ്പലത്തിന് അകത്തേക്ക് കടക്കുന്ന വാതിലിന് ഇരുവശവും വാതിൽ മാടങ്ങൾ പണിതിട്ടുണ്ട്. തെക്കേ വാതിൽ മാടത്തിലാണ് നിത്യവും വിശേഷാൽ പൂജകളും ഹോമങ്ങളും നടക്കുന്നത്. വടക്കേ വാതിൽ മാടം ഭക്തർക്ക് നാമജപത്തിനും വാദ്യമേളങ്ങൾക്കും ഉപയോഗിക്കുന്നു. നാലമ്പലത്തിന്റെ തെക്കുകിഴക്കേ മൂലയിൽ തിടപ്പള്ളിയും വടക്കു കിഴക്കേ മൂലയിൽ കിണറും പണി കഴിപ്പിച്ചിട്ടുണ്ട്. നാലമ്പലത്തിന്റെ പുറം ചുവരുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു. നിത്യേനയുള്ള ദീപാരാധനകൾക്കും മറ്റും ഇവിടുത്തെ വിളക്കുകൾ കൊളുത്തിവെച്ചിരിക്കുന്ന കാഴ്ച അതിമനോഹരമാണ്.
ശ്രീകോവിലിനു ചുറ്റും അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു. അഷ്ടദിക്പാലകർ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ശീവേലി സമയത്ത് ഇവയിൽ ബലി തൂകുന്നു. നിത്യേനയുള്ള ശീവേലിയുടെ വിസ്തരിച്ച രൂപമായി ഉത്സവകാലത്ത് ശ്രീഭൂത ബലിയും അതിൻ്റെ വിസ്തരിച്ച രൂപമായി ഉത്സവ ബലിയും ഉണ്ടാകാറുണ്ട്. ബലിക്കല്ലുകൾ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ വികാരഭേദങ്ങളാണെന്നാണ് വിശ്വാസം. തന്മൂലം അവയിൽ ചവിട്ടുന്നതും തൊട്ട് തലയിൽ വയ്ക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.